നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് അപൂർവ വൈറസ് ബാധയേറ്റ് മരണപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഗുജറാത്തിൽ ചന്ദിപുര വൈറസ് ബാധിച്ച് ഇന്നലെ 2 കുട്ടികൾ കൂടി മരണപ്പെട്ടു. ഇതോടെ അപൂർവ വൈറസാൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 8 എന്ന് ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ അറിയിച്ചു. സംസ്ഥാനത്ത് ആകെ 14 പേർക്കാണ് രോഗം ബാധിച്ചത്. ഗുജറാത്തിലെ സബർകാന്ത, ആരവല്ലി, മഹിസാഗർ, ഗേദ, മേസാന, രാജ്കോട്ട് ജില്ലകളിലാണ് ചന്ദിപുര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ചന്ദിപുര വൈറസിനെ കുറിച്ച് പഠിക്കാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മരണസാധ്യത കൂടുതലുള്ള വൈറസ് ബാധയേൽക്കുന്നവർക്ക് എത്രയും വേഗം ചികിത്സ ലഭിക്കേണ്ടതുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ സജീവമാണെന്നും മന്ത്രി വ്യക്തമാക്കി. സബർകാന്തിലെ ഹിമന്ത് നഗർ സിവിൽ ആശുപത്രികളിലാണ് ആദ്യത്തെ 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ശക്തമായ പനി, മസ്തിഷ്ക ജ്വരം, കടുത്ത ശരീരവേദന, തലവേദന, ശ്വാസതടസ്സം, വിളർച്ച എന്നിവയാണ് വൈറസിന്റെ രോഗബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ. കൊതുകുകൾ, ഈച്ചകൾ തുടങ്ങിയവയാണ് രോഗം പരത്തുന്നത്. അണുബാധ വളരെ വേഗം പടരുന്നതിനാൽ രോഗം ബാധിച്ച് 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കാമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായും രോഗം പകരുന്നതെന്നും അധികൃതർ പറയുന്നു. സ്ഥിരീകരിക്കാനായി രോഗികളുടെ രക്തസാമ്പിളുകൾ പുനെ ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ശക്തമായ പനി, മസ്തിഷ്ക ജ്വരം എന്നിവയാണ് വൈറസിന്റെ രോഗലക്ഷണങ്ങൾ. കൊതുകുകൾ, ഈച്ചകൾ തുടങ്ങിയവയാണ് രോഗം പരത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത പുലർത്തേണ്ടതാണെന്നും സംസ്ഥാനത്തെ ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിലും സ്ഥിതി വളരെ ഗുരുതരമാണ്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടിയാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ 10 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്തെ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനമാണുള്ളത്. കഴിഞ്ഞ ദിവസം മാത്രം 13,196 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. നെയ്യാറ്റിൻകരയിലെ കോളറ ബാധയുടെ ഉറവിടം കണ്ടെത്താനുള്ള നടപടികളെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് 145 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. 416 പേർ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുകയാണ്. പനി ബാധിച്ച് 2 മരണവും മഞ്ഞപ്പിത്തവും ബാധിച്ച് 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 42 പേർക്ക് H1N1 പനിയും സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പകർച്ചവ്യാധികളുടെ വർധനവിൽ വരുന്ന ഈ ഒരു എണ്ണം വളരെ ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ ദിവസം 11 പേരാണ് മരിച്ചിരിക്കുന്നത്. ഇതിൽ 4 പേർ എലിപ്പനി ബാധിച്ചാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച 4 പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചത്. ഇതോടെയാണ് സംസ്ഥാനത്ത് എല്ലാം കോളറ ബാധിച്ചവരുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ 12 ആയിട്ട് സംഖ്യ ഉയർന്നിരിക്കുന്നത്. ഇതിൽ 11 പേര് നെയ്യാറ്റിൻകരയിലെ ഹോസ്റ്റൽ അന്തേവാസികളാണ്. കോളറയുടെ ഉറവിടം കണ്ടെത്താനാകാത്തതും കൂടുതൽ ആശങ്കയുണ്ടാക്കുകയാണ്. സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ഊർജിതമാക്കുകയാണെന്ന് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചവർ മെഡിക്കൽ കോളേജിലും ഒരാൾ SCT ആശുപത്രിയിലും ഐരാണിമുട്ടം ഐസൊലേഷൻ വാർഡിലുമായിട്ടാണ് ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനിലയിൽ തൃപ്തികരമാണെന്നാണ്, അതുപോലെ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്.